ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. അപ്പോൾ എക്സാമൊക്കെ അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളിന്ന് ലാസ്റ്റ് ഇയറിൽ നടന്ന, അതായത് മാർച്ച് 2023 നടന്ന പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന എക്സാമുകളിലൊക്കെ ഇതിൽ നിന്നുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. ആദ്യത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്. നമ്മുടെ അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പ്ലസ് ടുവിലെ അക്കൗണ്ടൻസി, ഒപ്പം തന്നെ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ്, അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഈ എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഐ ബട്ടണിലോ അല്ലെങ്കിലോ അതിൻ്റെ തമ്പനെയിലോ സ്ക്രീനിലോ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ സന്ദർശിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ആ കാര്യം കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കമൻറ്റുകളും ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്കുകളും വീഡിയോയ്ക്ക് നൽകുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു പാർനൈസ് ക്യാപിറ്റൽ ആർ ഷോൺ ഇൻ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർനൈസിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഏത് അക്കൗണ്ടിലാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ടുകളുണ്ടാവും അല്ലേ. പാർനൈസ് കറണ്ട് അക്കൗണ്ടും ഉണ്ടാവും, പാർനൈസ് ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ആ സമയത്ത് നമ്മൾ കാണിക്കുന്നത് കറണ്ട് അക്കൗണ്ടിലാണല്ലേ. അപ്പോൾ കറണ്ട് അക്കൗണ്ടാണ് കൃത്യമായിട്ടുള്ള ആൻസർ. അടുത്തത്, അനു, ബിനു ആൻഡ് സിനു ആർ പാർട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 1/2, 2/5, 1/10. അപ്പോൾ ഇതിൽ സിനു റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള അനുവിൻ്റെയും ബിനുവിൻ്റെയും ന്യൂ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഡിനോമിനേറ്റർ അത് വ്യത്യസ്തമായിട്ടുള്ള ഡിനോമിനേറ്ററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ഡിനോമിനേറ്റർ എല്ലാം തന്നെ അതിൽ ഏറ്റവും വലുത് ഏതാണോ ആ ഒരു ഡിനോമിനേറ്ററിന് തുല്യമാക്കണം അല്ലേ. അപ്പോൾ അതായത് ഇവിടെ ഏറ്റവും വലുത് 10 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 10 കിട്ടുക എന്ന് നോക്കണം. 5 × 2 ആണ് 10 അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 2 4 എന്ന് വരും അല്ലേ. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷണൽ നമ്പർ 4/10 എന്ന് മാറും. അതുപോലെ തന്നെ 1/2നെയും നമ്മളതുപോലെ കൺവേർട്ട് ചെയ്യണം. ഈ 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 10 ആകുക എന്ന് നോക്കണം. 2നെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 10 ആവുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 5/10, പിന്നീട് നമ്മൾ 10 എന്നാണ് അതിൻ്റെ ഡിനോമിനേറ്റർ എഴുതേണ്ടത്. അപ്പോൾ 5/10 4/10 ഒപ്പം തന്നെ 1/10 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ഒരു 3 ഫ്രാക്ഷണൽ നമ്പറിനെയും ഒരേ ഛേദങ്ങളുള്ള ഒരേ ഡിനോമിനേറ്ററുള്ള സംഖ്യകളായിട്ട് മാറ്റുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ ആ പിരിഞ്ഞു പോകുന്ന ആളുടെ റേഷ്യോ മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ള റേഷ്യോ ആയിരിക്കും ന്യൂ റേഷ്യോ അല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് 1/10 എന്നുള്ളത് ഇത് മാറ്റുക, ബാക്കിയുള്ള 5:4 അല്ലേ. അപ്പോൾ ഈ 5:4 എന്നുള്ള ഈ ഒരു റേഷ്യോ ആയിരിക്കും ന്യൂ റേഷ്യോ ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെയാണ് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്തത്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫേംസ് ആൻറ്റിസിപ്പേറ്റഡ് എക്സസ് ഏണിങ്സ്. ഫേമിൻ്റെ എക്സസ് ഏണിങ്സ്, എക്സസ് ആയിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏണിങ്സിനെ നമ്മൾ മോണിറ്ററി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിന് പറയുന്ന പേരെന്ന് പറയുന്നത് ഗുഡ് വിൽ എന്നാണ് അല്ലേ. ഗുഡ് വില്ലിൻ്റെ ഡെഫിനേഷൻ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുഡ് വില്ലാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ദെൻ റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ്. റിയലൈസേഷൻ അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം റീവാലുവേഷൻ അക്കൗണ്ട് ആണെങ്കിൽ അത് അഡ്മിഷൻ്റെ സമയത്തും റിട്ടയർമെൻറ്റിൻ്റെ സമയത്തൊക്കെയാണ് തയ്യാറാക്കുക. പക്ഷേ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഡിസൊല്യൂഷൻ്റെ സമയത്താണ് അല്ലേ. അപ്പോൾ ഡിസൊല്യൂഷനാണ് ഒരു ഫേമിൻ്റെ ഡിസൊല്യൂഷൻ്റെ സമയത്ത് തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് റിയലൈസേഷൻ. ദെൻ ദ അക്കൗണ്ടിങ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ആർ ട്രാൻസ്ഫേർഡ് ടു. ഡിസൊല്യൂഷൻ്റെ സമയത്ത് നമുക്ക് ഇതുവരെ ഉള്ള പ്രോഫിറ്റിൻ്റെ ഷെയർ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, പിന്നെ റിസർവ്, ജനറൽ റിസർവ്, അപ്പോൾ അത്തരത്തിലുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യേണ്ടത് പാർനൈസ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അല്ലേ. ഓരോ പാർനൈസിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആൻസർ പാർനൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 6 മുതൽ 7 വരെയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം അല്ലേ. അപ്പോൾ 2 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ലിസ്റ്റ് ഔട്ട് എനി 4 ഐറ്റംസ് അപ്പിയറിംഗ് ഇൻ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പാർനൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ, അതായത് ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ് അത് നോക്കണം. ക്യാപിറ്റൽ ഫിക്സഡ് ആണെങ്കിൽ നമുക്കറിയാം കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുന്നത് അല്ലേ.
ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എഴുതേണ്ടത്. അപ്പോൾ അതുൾപ്പെടെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്. അതായത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ഓപ്പണിംഗ് ബാലൻസ്, ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതണം, പാർട്ണേഴ്സിൻ്റെ സാലറി എഴുതണം, പാർട്ണേഴ്സ് കമ്മീഷൻ എഴുതണം, ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഷെയർ, പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഷെയർ, അതുകൂടാതെ നമ്മൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൂടെ അവിടെ നമ്മൾ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനിൽ, സുനിൽ ആൻഡ് മനോജ് ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. അപ്പോൾ നമുക്കൊരു ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. സുനിൽ റിട്ടയേഴ്സ് ആൻഡ് ഗുഡ് വിൽ ഓഫ് ദി ഫേം ഈസ് വാല്യൂഡ് അറ്റ് 60,000. അതിലൊരാൾ റിട്ടയർ ചെയ്യുകയാണ്, ഫേമിൻ്റെ ഗുഡ് വിൽ 60,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പാസ് നെസസറി ജേണൽ എൻട്രി ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫേമിൻ്റെ ഗുഡ് വിൽ ആണെങ്കിൽ അതിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ഷെയർ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഫേമിൻ്റെ ഗുഡ് വിൽ എന്ന് വെച്ചാൽ 3 പാർട്ണേഴ്സിൻ്റെ കൂടിയ ടോട്ടൽ ഗുഡ് വില്ലാണ്. ഈ ടോട്ടൽ ഗുഡ് വിൽ നിന്ന് സുനിലിൻ്റെ ഷെയർ മാത്രം, ഇപ്പോൾ സുനിലിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. സുനിൽ ഇത് രണ്ടാമത്തെ ആളാണ് അല്ലേ. അപ്പോൾ ഇതിൽ 3:2:1 ഈ 2 ആണ് സുനിലിൻ്റെ അല്ലേ. അപ്പോൾ 2/3 2 5 1 6 അല്ലേ. അപ്പോൾ 2/6 ആണ് സുനിലിൻ്റെ ഷെയർ എന്ന് മനസ്സിലാവും. അപ്പോൾ 60,000 × 2/6 അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് 2 lakhs ആണ് ഷെയർ ഓഫ് ഗുഡ് വിൽ അല്ലേ, സുനിലിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് കിട്ടും. അപ്പോൾ ഈ ഷെയർ ഓഫ് ഗുഡ് വില്ലാണ് അത് റിമൈനിങ് പാർട്ണേഴ്സിൻ്റെ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കുക, റിട്ടയർമെൻറ്റ് സമയത്ത് നമ്മൾ പാസ്സാക്കുന്ന ജേണൽ എൻട്രി, ഗുഡ് വില്ലുമായിട്ട് ബന്ധപ്പെട്ട് പാസ്സാക്കുന്ന ജേണൽ എൻട്രി ഇതാണ്. റിമൈനിങ് പാർട്ണേഴ്സ് ഓർ കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് അല്ലേ, റിമൈനിങ് പാർട്ണേഴ്സിന് അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് രണ്ട് പേരിലും പറയാം, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ റിട്ടയറിംഗ് പാർട്ണേഴ്സ് അതായത് റിമൈനിങ് പാർട്ണേഴ്സിൻ്റെയും അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ റിട്ടയറിംഗ് പാർട്ണേഴ്സിൻ്റെ ഗുഡ് വില്ല് നമ്മൾ എന്ത് ചെയ്യണം, അത് ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ജേണൽ എൻട്രിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഷ്യോ, നമുക്ക് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ ഗുഡ് വില്ലിൻ്റെ ഷെയർ കണ്ടുപിടിച്ചു, ഇത് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഗെയിനിങ് റേഷ്യോയിലാണ്. ഈ 2 ലക്ഷം രൂപ 20,000 രൂപ അല്ലേ, 20,000 രൂപ, 2 ലക്ഷം അല്ല, ഈ 20,000 രൂപ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അത് ഗെയിനിങ് റേഷ്യോയിലാണ്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനും നമുക്ക് ന്യൂ റേഷ്യോ തരാത്തത് കൊണ്ട് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ റേഷ്യോ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 3:1 തന്നെയാണ് ഗെയിനിങ് റേഷ്യോ അല്ലേ. നമ്മൾ ഗെയിനിങ് റേഷ്യോൻ്റെ കാൽക്കുലേഷനിലൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3:1 നമ്മളതിനെ ഈ 20,000 നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതുന്നു അല്ലേ, അത് 15,000 5,000, അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ടു സുനിൽസ് ക്യാപിറ്റൽ 20,000 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് എഴുതുക. ഇപ്പോൾ ഇവിടെ അനിലും മനോജും ആരാണ്, റിമൈനിങ് പാർട്ണേഴ്സ് ഓർ കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് ആണല്ലേ. റിട്ടയർ ചെയ്യുന്നത് സുനിലാണല്ലേ, സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആൻസർ 2 questions ഫ്രം 8 to 10 മുതലുള്ള 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റഹീം ആൻഡ് സലീം ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം, ദേ ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി. അപ്പോൾ ഈക്വൽ പാർട്ണേഴ്സ് ആണ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:1 ആണ്. ദർ മന്ത്ലി ഡ്രോയിങ്സ് ആർ 2,500 ഈച്ച്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ചാർജ്ഡ് അറ്റ് 12% per annum. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ റഹീംസ് ഡ്രോയിങ്സ് ഫോർ ദി ഇയർ 2022 അസ്യൂമിങ് ദാറ്റ് ദ ഡ്രോയിങ്സ് ആർ മെയ്ഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം ആണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വർഷത്തെ മുഴുവൻ ഡ്രോയിങ്സ് അതാണ് എടുക്കേണ്ടത്. ഇവിടെ 2,500 ഈച്ച്, അത് മന്ത്ലി ആയിട്ടുള്ള ഡ്രോയിങ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിനെ ഒരു വർഷത്തെ ഡ്രോയിങ്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി 2,500 × 12, അപ്പോൾ നമുക്ക് ടോട്ടൽ ഡ്രോയിങ്സ് കിട്ടും അല്ലേ. അതിനുശേഷം നമുക്ക് ഈ ഒരു 3 സാഹചര്യങ്ങളിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കണം. ഇൻ ദ ബിഗിനിങ് ഓഫ് എവരി മന്ത്, അതായത് ആ ഒരു മാസത്തിൻ്റെ എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിലാണ് ഈ 2,500 വെച്ച് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, എല്ലാ മാസത്തിൻ്റെയും മിഡിൽ 15-ാം തീയതിയാണ് ഈ 2,500 വെച്ച് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, എല്ലാ മാസത്തിൻ്റെയും അവസാനം അറ്റ് ദ എൻഡ് ഓഫ് എവരി മന്ത് അല്ലേ. അപ്പോൾ അങ്ങനെ 3 സമയങ്ങളിലായിട്ടാണ് ഇത് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ 3 സാഹചര്യങ്ങളിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇക്വേഷൻ, അതിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അല്ലേ. 6.5 6 5.5 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയ ഡിജിറ്റിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ ആദ്യം നമ്മൾ ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്നു. 2,500 × 12 30,000. അതിനുശേഷം ഒന്നാമത്തെ ഓപ്ഷൻ ഇൻ ദ ബിഗിനിങ് ഓഫ് എവരി മന്ത് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 30,000 × 12/100 അല്ലേ.
30,000 ഇൻറ്റു 12/100. ഇത് 12% ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 12/100 എന്ന് എടുക്കുന്നത് അല്ലേ. അത് 10% എന്ന് പറയുന്നെങ്കിൽ 10/100 എന്ന് എടുക്കും. അപ്പോൾ ഇത് ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുക ഇൻറ്റു 12/100 ഇൻറ്റു ഇൻ ദ ബിഗിനിങ് ഓഫ് എവരി മന്ത് ആണെങ്കിൽ നമ്മൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 6.5 ഡിവൈഡ് ബൈ 12 ആണ്. 6.5 ഡിവൈഡ് ബൈ 12 അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഇൻ ദി ബിഗിനിങ് ഓഫ് മന്ത് ആണെങ്കിൽ ഇവിടെ 12 എന്ന് പറഞ്ഞാൽ 12 മന്ത്സ് ആണ്. 6.5 ആണ് നമ്മളിവിടെ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1950 കിട്ടും. ഇൻ ദി മിഡിൽ ഓഫ് മന്ത് ആണെങ്കിൽ ബാക്കിയെല്ലാം ഒരുപോലെയാണ്, ഇതെല്ലാം സെയിം ആണല്ലേ, മുകളിലത്തെ പോലെ തന്നെയാണ്. അവിടെ നമ്മൾ 6/12 ആണ് എടുക്കേണ്ടത്. ഈ 6.5ന് പകരം 6 ആണ് എടുക്കേണ്ടത്. എപ്പോഴാണ് എല്ലാ മാസത്തിൻ്റെയും നടുക്ക് വെച്ച് അല്ലെങ്കിൽ മിഡിലാണ് നമ്മൾ ഡ്രോയിങ്സ് നടത്തുന്നതെങ്കിൽ. അപ്പോൾ 1800 കിട്ടും. ഇനി അറ്റ് ദ എൻഡ് ഓഫ് എവറി മന്ത്, മന്തിൻ്റെ അവസാനമാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിലോ അത് നമ്മൾ ഈ 6ന് പകരം ഇവിടെ 5.5 ആവും അല്ലേ. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. 30,000 ഇൻറ്റു 12/100 ഇൻറ്റു 5/5 ഭാഗം 12 അല്ലേ. അപ്പോൾ 1650 എന്ന് കിട്ടും അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കണ്ടുപിടിക്കുന്നത് നമ്മൾ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റോസി ആൻഡ് ലില്ലി ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 7:5. ദേ അഡ്മിറ്റ് ജിൻസി ആസ് എ ന്യൂ പാർട്ണർ ഫോർ 1/6 ഷെയർ. അപ്പോൾ 2 പാർട്ണേഴ്സ് നിലവിലുണ്ട്. ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുകയാണ്. പുതിയ പാർട്ണർക്ക് കൊടുക്കുന്ന ഷെയർ എന്ന് പറഞ്ഞാൽ 1/6 ആണ്. വിച്ച് ഷി അക്വയർഡ് അല്ലേ. ഇത് അക്വയർ ചെയ്യുന്നൊരു കേസാണ്. നമുക്കറിയാം അക്വയർ ചെയ്യുന്ന കേസ്, സറണ്ടർ ചെയ്യുന്ന കേസ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി വ്യത്യസ്ത മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്കൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അക്വയർ ചെയ്യുന്ന കേസിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പോലെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ 1/6 പുതിയ പാർട്ണർ അക്വയർ ചെയ്യുന്നത് അത് റോസിയിൽ നിന്നും 1/24 ഒപ്പം തന്നെ ലില്ലിയിൽ നിന്നും 1/8 എടുത്തുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റോസിയുടെയും ലില്ലിയുടെയും ജിൻസിയുടെയും ന്യൂ റേഷ്യോ, 3 പേരുടെയും കൂടിയ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ഓൾഡ് റേഷ്യോ എത്രയാണെന്ന് നോക്കുക. ഓൾഡ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7:5 ആണല്ലേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾഡ് റേഷ്യോ 7:5 ആണ്. അതെടുത്ത് എഴുതുക. അതിനുശേഷം ജിൻസിയുടെ ഷെയർ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നുള്ള കാര്യം എഴുതുക. 1/6 ആണ് അല്ലേ, 1/6 ആണ്. വിച്ച് ഷി അക്വയർഡ് 124 ഫ്രം റോസി ആൻഡ് 18 ഫ്രം ലില്ലി അല്ലേ. അങ്ങനെയാണ് ഇത് അക്വയർ ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റോസിയുടെ ന്യൂ ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ന്യൂ ഷെയറാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. ആദ്യം നമുക്ക് റോസിയുടെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. റോസിയുടെ ഷെയർ, ഓൾഡ് ഷെയർ എത്രയാണോ അതിൽ നിന്ന് റോസിയുടെ ഷെയർ അക്വയർഡ് ബൈ ജിൻസി, റോസിയിൽ നിന്നും എത്രയാണ് ജിൻസി എത്ര ആണ് ഷെയർ അക്വയർ ചെയ്തിരിക്കുന്നത് അല്ലേ, അത് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം റോസിയുടെ ഓൾഡ് ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 7/5 ആണല്ലേ. അപ്പോൾ 7/12 ആണ്, 7 5 12 അല്ലേ. അപ്പോൾ 7/12 ആണ് ഓൾഡ് ഷെയർ. മൈനസ് എത്രയാണ് അക്വയർ ചെയ്തത്, ജിൻസി അക്വയർ ചെയ്തത് 1/24 ആണല്ലേ. അപ്പോൾ നമുക്ക് 7/12ഉം 1/24 ആണ്. അപ്പോൾ 12 എന്ന് പറയുന്നത് 12 24 ഡിനോമിനേറ്റർ വ്യത്യാസമുണ്ടല്ലേ. നമുക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടി 12നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 ആവുന്നല്ലേ. 7നെ അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 14/24 എന്ന് കിട്ടും ഓൾഡ് ഷെയർ. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ആയി അല്ലേ. അപ്പോൾ 14 - 1, അപ്പോൾ 13/24 അല്ലേ. 14 - 1 അപ്പോൾ 13 ആവും. 13/24 ആണ് നമുക്ക് റോസിയുടെ പുതിയ ഷെയർ കിട്ടുക. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലില്ലിയുടെ ന്യൂ ഷെയറും കണ്ടുപിടിക്കാം. ലില്ലിയുടെ ഓൾഡ് ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5/12 ആണല്ലേ. 5/12 അതെടുത്ത് എഴുതി. അക്വയർ ചെയ്യുന്നത് 1/8 ആണല്ലേ. അപ്പോൾ -1/8. അപ്പോൾ ഇവിടെ ഈ കേസിലും ഡിനോമിനേറ്റേഴ്സ് വ്യത്യാസമുണ്ടല്ലേ. 12 ആണ് ഇവിടെ ഡിനോമിനേറ്റർ, ഇവിടെ 8 ആണല്ലേ. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു കോമൺ ഡിനോമിനേറ്ററിലേക്ക്, അതായത് ഒരു കോമൺ ഡിനോമിനേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇത് എത്തുക എന്നുള്ളത് നോക്കണം. നമുക്ക് ഇവിടെ 12നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 കിട്ടും അല്ലേ. ഈ ഒരു 8നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 24 കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു ഡിനോമിനേറ്റർ ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് 24 ഈ 2 കൊണ്ടും ഈ 2 ഡിനോമിനേറ്ററിനെയും ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കോമൺ ആയിട്ടുള്ള ഒരു ഡിനോമിനേറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 12 × 2 24. ആ 8നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ 3/24 എന്ന് കിട്ടും. ഈ 1/8 ഇവിടെ നമുക്ക് 10/24 എന്ന് കിട്ടും അല്ലേ. അത് 5നെ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 10/24 എന്ന് കിട്ടും. അപ്പോൾ 10/24 - 3/24 എന്ന് പറയുമ്പോൾ 7/24 അല്ലേ. അപ്പോൾ ജിൻസിയുടെ ന്യൂ ഷെയർ അത് നമുക്ക് 1/6 ഓർ 4/24 അല്ലേ. 1/6 ആണ് പറഞ്ഞിരിക്കുന്നത്. 1/6നെ നമുക്ക് 24 കൺവേർട്ട് ചെയ്യുക. അതായത് 6നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 24 കിട്ടുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 6 × 4 24ഉം
1 × 4 4 അല്ലേ. അപ്പോൾ 4/24 എന്ന് നമുക്ക് പുതിയ ആളുടെയും കിട്ടും. അപ്പോൾ നമ്മൾ പുതിയ റേഷ്യോ 13:7:4 നമുക്ക് ന്യൂ റേഷ്യോ കാണിക്കുകയും ചെയ്യാം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്നാണ്. ഏതെങ്കിലും 3 ഡിഫറൻസ് എഴുതിയാൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 3 ഡിഫറൻസ് എഴുതുക. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം അല്ലേ. ആദ്യം നമുക്ക് അതിൻ്റെ മീനിങ് തന്നെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ പാർട്ണേഴ്സ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതിൽ ചേഞ്ച് വരികയാണ് അല്ലേ. അവരുടെ ന്യൂ റേഷ്യോയിൽ ചേഞ്ച് വരാം, പുതിയ റേഷ്യോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റങ്ങൾ വരാം. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലാണെങ്കിൽ പാർട്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതെല്ലാം അവസാനിക്കുകയാണ്, ഫേം മുഴുവനായിട്ട് അടച്ചുപൂട്ടുകയാണ് അല്ലേ. ഇനി പാർട്ണേഴ്സ് നിലവിലുണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഇനി ടെർമിനേഷൻ ഓഫ് ബിസിനസ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ണർ അഡ്മിറ്റ് ആവുകയോ ഒരു പാർട്ണർ പിരിഞ്ഞു പോവുകയോ ചെയ്യുമ്പോഴാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് സംഭവിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല, ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു പുതിയ അഗ്രിമെൻറ്റ് പുതിയ റേഷ്യോയ്ക്ക് വെച്ചുകൊണ്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ. ബിസിനസ് ടെർമിനേറ്റ് ആവുന്നില്ല, പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ. ബിസിനസ് പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ്. സെറ്റിൽമെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്, അസറ്റ്സും ലൈബിലിറ്റീസ് എല്ലാം ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആണെങ്കിൽ, അതായത് അഡ്മിഷന്, റിട്ടയർമെൻറ്റ് അങ്ങനത്തെ കേസിലൊക്കെ അസറ്റ്സും ലൈബിലിറ്റീസ് എല്ലാം റീവാല്യൂ ചെയ്യണം അല്ലേ. അതിനുവേണ്ടിയാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. പക്ഷേ അത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കി അസറ്റ്സ് എല്ലാം നമ്മൾ വിൽക്കുന്നു അല്ലേ. അസറ്റ്സ് എല്ലാം വിൽക്കുകയും ലൈബിലിറ്റീസ് എല്ലാം നമ്മൾ അത് കൊടുത്തു തീർക്കുകയും ചെയ്യുന്നു അല്ലേ. അസറ്റ്സ് ആർ റിയലൈസ്ഡ് ആൻഡ് ലൈബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. ഇതിന് എക്കണോമിക് റിലേഷൻഷിപ്പ് ഓപ്പൺ ചേഞ്ചസ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ സാധാരണ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലൊക്കെ മാറ്റം വരാറുണ്ട് അല്ലേ. എക്കണോമിക് റിലേഷൻഷിപ്പ് മാറ്റം വരുന്നു. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ എക്കണോമിക് റിലേഷൻഷിപ്പും ഉൾപ്പെടെ എല്ലാം അവസാനിക്കുന്നു അല്ലേ. കാരണം പൂർണ്ണമായിട്ടും ആ ഫേം മുഴുവനായിട്ടും അടച്ചുപൂട്ടുകയാണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കി, ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. അഡ്മിഷനിലും റിട്ടയർമെൻറ്റിലും അങ്ങനെയാണല്ലേ. പക്ഷേ ഡിസൊല്യൂഷനിൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നില്ല അല്ലേ. നമ്മൾ ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കി അത് ടാലി ആകുമ്പോഴാണ് ആ പ്രോബ്ലം അവസാനിക്കുന്നത്. അപ്പോൾ ദർ ഈസ് നോ സ്കോപ്പ് ഫോർ ബാലൻസ് ഷീറ്റ്, അതായത് ബാലൻസ് ഷീറ്റിൽ ഇനി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അസറ്റ്സും ലൈബിലിറ്റീസും അതെല്ലാം അതിൻ്റെ കണക്കുകൾ തീർത്തിരിക്കുന്നു അല്ലേ. ഇനി ഫേം കണ്ടിന്യൂ ചെയ്യുന്നില്ല, അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കാം. എ ഫേംസ് പ്രോഫിറ്റ് ഡ്യൂറിങ് 2020, 2021 ആൻഡ് 2022 3 വർഷങ്ങളിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ദ ഫേം ഹാസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫേമിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ്വില്ലിൻ്റെ വാല്യുവേഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 2 മെത്തേഡ് ചെയ്യണം. 2 years പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ചെയ്യണം. ഒപ്പം തന്നെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ അത് 3 years പർച്ചേസ് ആയിട്ട് എടുത്തുകൊണ്ട് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ആവറേജ് പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ 3 വർഷത്തെ പ്രോഫിറ്റാണ്. 3 വർഷത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്യുക. അതിനെ നമ്മൾക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും അല്ലേ. ആ ആവറേജ് പ്രോഫിറ്റിനെ നമ്മൾ 2 വർഷം കൊണ്ട് 2 years പർച്ചേസ് ആയതുകൊണ്ട് 2 വർഷം കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് അനുസരിച്ച് ഗുഡ്വിൽ കിട്ടും. 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആകുമ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ അതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. 3 വർഷങ്ങളിൽ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 years പർച്ചേസ് ആയതുകൊണ്ട് ആവറേജ് പ്രോഫിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് അനുസരിച്ച് നമുക്ക് 40,000 രൂപ ഗുഡ്വിൽ ലഭിക്കും അല്ലേ. രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോർമുല ഓർത്തിരിക്കുക. ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 20,000 ആണല്ലേ. അതേ മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണല്ലേ. ആവറേജ് പ്രോഫിറ്റ് നമുക്കറിയാം 20,000 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് നോർമൽ പ്രോഫിറ്റ് ഇവിടെ കണ്ടുപിടിക്കണം അല്ലേ. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ക്ലൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1,00,000. ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ 10%, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%. പോളിഷത്തിന് 10 കൊണ്ട് 10% കണ്ടുപിടിക്കുക അല്ലേ. പോളിഷത്തിന് 10% 10,000 ആണല്ലേ. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 1,00,000 ഇൻറ്റു 10% 10,000. അപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റിന് കണ്ടുപിടിക്കാം. കാരണം സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ്. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. നോർമൽ പ്രോഫിറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 10,000. അപ്പോൾ 20,000 മൈനസ് 10,000 നമുക്ക് 10,000 കിട്ടും അല്ലേ സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഗുഡ്വിൽ കണ്ടുപിടിക്കാം. 10,000 ഇൻറ്റു 3 3 years പർച്ചേസാണ് സൂപ്പർ പ്രോഫിറ്റിൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 10,000 ഇൻറ്റു 3 30,000 നമുക്ക് സൂപ്പർ പ്രോഫിറ്റും കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്യാം.
അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ചെയ്യുന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്